ഡിയേഴ്സ്, പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് A+ നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പഠിക്കാം. നോക്കിക്കോ, ഇവിടെ AD എന്ന് പറയുന്ന നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാ? 6 സെൻറ്റിമീറ്റർ. AF എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. AF 2 ആണെങ്കിൽ 2 എത്ര കൂട്ടിയാലാണ് 6 കിട്ടുക? അപ്പോൾ FD എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 സെൻറ്റിമീറ്റർ. 1 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ശരിയല്ലേ? എടാ 2 4 കൂട്ടിയല്ലേ 6 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്ക്. AEയും ECയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഈ DC പാരലലാണ് FE. DC പാരലലാണ് FE എന്ന് പറയുന്നത്. അത് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് പറയാം AF by FD is equal to AE by EC. ഇത് രണ്ടും സമാന്തരമായതുകൊണ്ട് റേഷ്യോ സെയിം ആണ്. കട്ട് ചെയ്യുന്ന റേഷ്യോ AF എന്ന് പറയുന്നത് 2, FD എന്ന് പറയുന്നത് 4. 2/4 ചെറുതാക്കിയാൽ എത്രയാ? 2/4 എന്ന് പറയുന്നത് 1/2. സോ റേഷ്യോ എന്ന് പറയുന്നത് 1:2. ശരിയല്ലേ? 1:2. അങ്ങനെയാണെങ്കിൽ AEയും ECയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്ക്, DE എന്ന് പറയുന്ന ലൈന് പാരലൽ ടു BC ആണ്. DE എന്ന് പറയുന്നത് BCക്ക് സമാന്തരമാണ്. അതുകൊണ്ട് തന്നെ AD by DB എന്ന് പറയുന്നത് AE by ECക്ക് ഈക്വൽ ആണ്. AD by DB എന്ന് പറയുന്നത് AE by ECക്ക് ഈക്വൽ ആണ്. AD 6, DB അറിയില്ല. AE by EC 1/2. ശരിയല്ലേ? 1/2. അങ്ങനെയാണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 × DB. നോക്കിക്കേ, ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ 1 × DB is equal to 2 × 6. അതായത് DB എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. DB എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. DB 12 അല്ലേ? അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ 6, 6ഉം 12ഉം 6 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. 18 സെൻറ്റിമീറ്റർ ആണ് ABയുടെ നീളം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ കാണുന്ന വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ലൈനുകൾ ഇത് മൂന്നും പാരലൽ ആണ്. ഈ ചുവന്ന നിറത്തിൽ ഞാൻ വരച്ചിട്ടുള്ള ലൈനുകളെല്ലാം പാരലൽ ആണ്. ഇനി ഇവിടെ PEED ഇത് തമ്മിലുള്ള റേഷ്യോ 2:2:1 ആണ്. എത്ര റേഷ്യോ? 2:2:1. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് PAABBQ തമ്മിലുള്ള റേഷ്യോ എത്രയാ? 2:2:1. റേഷ്യോ എത്രയാ? 2:2:1 ആണ്. സോ എഴുതി വെക്കാം 2:2:1. മുകളിലുള്ള ലൈനിനെ കട്ട് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണോ അതേ റേഷ്യോയിലാണ് താഴെയുള്ള ലൈനിനെയും കട്ട് ചെയ്യുന്നത്. 2:2:1. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് BQൻ്റെ നീളം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. നിങ്ങൾ നോക്ക്, ഈ നീളത്തിനെ നമുക്ക് എന്ത് ചെയ്താണ്? 1 എന്ന് പറയുമ്പോൾ BQൻ്റെ നീളം 1y, ഈ നീളം 2y, ഈ നീളം 2y. അപ്പോൾ ABൻ്റെ നീളമല്ലേ ചോദിച്ചത്? 1y എന്ന് പറയുന്നത് 3 ആണെങ്കിൽ 2y is equal to 2 × 3, അതായത് 6 സെൻറ്റിമീറ്റർ. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, QR-ൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോ. AE എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ QR എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാ മക്കളും ശ്രദ്ധിച്ചേ. ഇവിടെയുള്ള റേഷ്യോ 2:2:1 ആണല്ലോ. താഴെയും റേഷ്യോ എത്രയാണ്? താഴെയും റേഷ്യോ 2:2:1. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഒരു കാര്യം പഠിച്ചു വെക്കുക. ഈ കാണുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് 2 അല്ലേ? അപ്പോൾ ഇവിടെ 2. ശ്രദ്ധിച്ചോ. AE/DB അഥവാ BD QR. ഇത് മൂന്നും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 2, ആദ്യത്തെ 2 എഴുതി, 2 കൂടെ കൂട്ടിയാൽ 4, 2 4 1 കൂടെ കൂട്ടിയാൽ 5, 2:4:5.
അപ്പോൾ ഈ കാണുന്ന നീളം 2x, ഈ കാണുന്ന നീളം 4x, ഈ കാണുന്ന നീളം 5x. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് AE എന്ന് പറയുന്നത് 2x എന്ന് പറയുന്നത് 1 ആണ്, 1 സെൻറ്റിമീറ്റർ. AE 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, x എന്ന് പറയുന്നത് എത്രയാ? 1/2. അപ്പം നമുക്കറിയാം, നമുക്ക് കാണേണ്ടത് QR ആണ്. QR 5x അല്ലേ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഐഡിയ ആണ്. ഈ ട്രയാങ്കിള്, ഈ ട്രയാങ്കിള്, ഈ ട്രയാങ്കിൾ, ഇത് മൂന്നും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ ഇത് 1/2 ആണെന്ന് കിട്ടിയാൽ QR എന്ന് പറയുന്നത് 5x. ഓക്കെ, ഈ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. സിമ്പിളാണ്. 5x എന്ന് പറയുമ്പോൾ എക്സ് ഇതാ നോക്കിക്കോ, 5 × 1/2. 5 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. 5ൻ്റെ പകുതി 2.5. സോ 2.5 സെൻറ്റിമീറ്റർ. 2.5 സെൻറ്റിമീറ്റർ ആൻസർ കിട്ടും. 2.5 സെൻറ്റിമീറ്റർ. ഇനി ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. PA എന്ന് പറയുന്നത് ACക്ക് ഈക്വൽ ആണ്. PA എന്ന് പറയുന്നത് ACക്ക് ഈക്വൽ ആണ്. PA ACക്കും BQ DCക്കും ഈക്വൽ ആണ്. സോ 2y എന്ന് പറയുന്നത് മക്കൾക്കറിയാം, 2y 6. സോ AC എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, AB എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, BQ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. അത് തന്നെയാണ് BC. ശരിയല്ലേ? BQയും BCയും ഈക്വൽ ആണ്, അത് 3 സെൻറ്റിമീറ്റർ. സോ ചുറ്റളവ് ചോദിച്ചിരിക്കെങ്കിൽ 6 + 6 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 15 സെൻറ്റിമീറ്റർ എന്ന് എൻ്റെ മക്കളെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ആൻസറിലേക്ക് വരേണ്ടത്. സെറ്റാണല്ലോ, സെറ്റാണല്ലോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ. ഈ 3 ലൈന് പാരലൽ ആണെങ്കിൽ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ, ഈ 3 ലൈന് പാരലൽ ആണെന്ന് വിചാരിക്കുക. ഈ 3 ലൈനും പാരലൽ ആണെങ്കിൽ ഈ റേഷ്യോ ഇപ്പോൾ 2:1:2 ആണെങ്കിൽ ഈ കാണുന്ന വെർട്ടിക്കൽ ലൈനുകളുടെ നീളങ്ങൾ തമ്മിലുള്ള ഈ 3 ലൈനും പാരലൽ ആണെങ്കിലാണ്, ശ്രദ്ധിച്ചോ, സമാന്തര വരകളാണെങ്കിൽ ഈ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 2:1:2 ആണ്. അതേസമയം മഞ്ഞ കളറിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത ലൈനുകളുടെ നീളം തമ്മിലുള്ള റേഷ്യോ മക്കൾ പഠിച്ചു വെച്ചോ. 2:2. 2-നോട് 1 കൂട്ടിയാൽ 3:2. 3-നോട് 2 കൂട്ടിയാൽ 5. 2:3:5. ആ രീതിയിലാണ് റേഷ്യോ വരിക എന്നുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.